എല്ലാ കൂട്ടുകാർക്കും മോളിവുഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. OTT പ്ലാറ്റ്ഫോമിൽ ലേറ്റസ്റ്റായി റിലീസായതും ഇനി റിലീസാവാൻ പോകുന്നതുമായ മൂവികളെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പങ്കുവയ്ക്കുന്നത്. ഇനിയും ഇതുപോലുള്ള പുതിയ വീഡിയോസ് നിങ്ങളിലേക്ക് എത്തുന്നതിന് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തി ഹൈപ്പും ചെയ്ത് പ്രോത്സാഹിപ്പിക്കുക. ഫസ്റ്റ് ഒരു മലയാളം വെബ് സീരീസാണ് കാസർഗോഡ് എംബസി. ഈ സീരീസിനാകെ 7 എപ്പിസോഡുകളാണ് ഉള്ളത്. ഇതിൽ അബു സലീം, ഗോവിന്ദ് പൈ, റോണി ഡേവിഡ്, സുധീഷ്, ദീപക് പറമ്പോൽ, കബീർ ദുഹാൻ സിംഗ്, ദിനേശ് പ്രഭാകർ തുടങ്ങിയവർ ഇതിൽ പ്രധാന വേഷങ്ങളിലെത്തുന്നു. ഒരു യഥാർത്ഥ ക്രൈം കഥയാണ് ഈ സീരീസിന്റെ അടിസ്ഥാനം. കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിലാണ് ഈ സീരീസ് ഒരുക്കിയിരിക്കുന്നത്. ക്രൈം ത്രില്ലർ വെബ് സീരീസായ കാസർഗോഡ് എംബസി സംവിധാനം ചെയ്തിരിക്കുന്നത് അദീഷ് M. നായരാണ്. മാർച്ച് 20 മുതൽ C5 OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തതൊരു ഇംഗ്ലീഷ് മൂവിയാണ് ഡെഡ് ഓഫ് വിന്റർ. ഒരു ക്രൈം ത്രില്ലർ സർവൈവൽ മൂവിയാണ് ഡെഡ് ഓഫ് വിന്റർ. പ്രേക്ഷകർക്കേറെ ആകാംക്ഷയോടെ കാണാവുന്ന ഒരു മൂവിയാണ് ഡെഡ് ഓഫ് വിന്റർ. മാർച്ച് 20 മുതൽ ലയൺസ്ഗേറ്റ് പ്ലേയിലൂടെ ഈ മൂവി OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തതൊരു മലയാളം മൂവിയാണ് എഴുത്തോല. 2024 റിലീസ് ചെയ്ത ഈ മൂവി നിർമ്മിച്ചിരിക്കുന്നത് നടൻ ശങ്കറാണ്. സുരേഷ് ഉണ്ണികൃഷ്ണൻ രചനയും സംവിധാനവും നിർവഹിച്ച ഈ മൂവിയിൽ ശങ്കർ, നിഷ സാരംഗ്, ഹേമന്ത് മേനോൻ, ജയകൃഷ്ണൻ, ബിജു സോപാനം തുടങ്ങിയവർ ഇതിൽ പ്രധാന വേഷങ്ങളിലെത്തുന്നു. ഈ മൂവി മനോരമ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. അടുത്തൊരു ഹിന്ദി മൂവിയാണ് മർദാനി 3. കുറ്റവാളികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ റാണി മുഖർജി അവതരിപ്പിക്കുന്ന പോലീസ് ഓഫീസർ നടത്തുന്ന വൈകാരിക നിമിഷങ്ങളും ആക്ഷൻ രംഗങ്ങളുമാണ് ഈ സിനിമയിൽ പ്രധാനമായും കാണാൻ കഴിയുന്നത്. യാഷാജ് ഫിലിംസിന്റെ ബാനറിൽ ആദിത്യ ചോപ്ര നിർമ്മിച്ച് അഭിരാജ് ചിമിനാവാല സംവിധാനം ചെയ്ത മൂവിയാണ് മർദാനി 3. ഇതിൽ റാണി മുഖർജി, മല്ലിക പ്രസാദ് എന്നിവർ ഇതിൽ പ്രധാന വേഷങ്ങളിലെത്തുന്നു. 2 മണിക്കൂറും 9 മിനിറ്റും ദൈർഘ്യമുള്ള ഈ സിനിമയുടെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത് നെറ്റ്ഫ്ലിക്സ് ആണ്. മാർച്ച് 27 മുതൽ ഈ മൂവി OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തൊരു തെലുങ്ക് മൂവിയാണ് സീതാപയനം. അർജുൻ സർജ സംവിധാനം ചെയ്ത് ഐശ്വര്യ അർജുൻ, നിരഞ്ജൻ സുധീന്ദ്രൻ, പ്രകാശ് രാജ് തുടങ്ങിയ പ്രധാന വേഷങ്ങളെത്തിയ റൊമാൻറ്റിക് ഡ്രാമ ഫിലിമാണ് സീതാപയനം. സൺനെക്സിലൂടെ മാർച്ച് 20 മുതൽ തെലുങ്ക്, തമിഴ്, കന്നഡ, മലയാളം ഭാഷകളിൽ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തതൊരു മലയാളം മൂവിയാണ് പെണ്ണുകേസ്. ഫെബിൻ സിദ്ധാർത്ഥിന്റെ സംവിധാനത്തിൽ നിഖില വിമൽ, ഹക്കീം ഷാജഹാൻ, അജു വർഗീസ്, രമേഷ് പിഷാരടി എന്നിവർ പ്രധാന വേഷത്തിലെത്തിയ കോമഡി ഡ്രാമ ഫിലിമാണ് പെണ്ണുകേസ്. നാടെങ്ങും വിവാഹ തട്ടിപ്പ് നടത്തുന്ന ഒരു പെൺകുട്ടിയുടെ റോളിലാണ് നിഖില വിമൽ ഈ ചിത്രത്തിലെത്തുന്നത്. ആമസോൺ പ്രൈം വീഡിയോസിലൂടെ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. അടുത്തത് ഒരു മലയാളം മൂവിയാണ് ആശകൾ 1000. ജയറാം, കാളിദാസ് ജയറാം എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി G. പ്രജിത്ത് സംവിധാനം ചെയ്ത ഒരു കോമഡി ഡ്രാമ ഫിലിമാണ് ആശകൾ 1000. ആശ ശരത്, ഇഷാനി കൃഷ്ണ, ഷറഫുദ്ദീൻ എന്നിവരും ഇതിൽ പ്രധാന വേഷത്തിലെത്തുന്നു. ഗോകുലം ഗോപാലനും കൃഷ്ണമൂർത്തിയും ചേർന്ന് നിർമ്മിച്ച ഈ ചിത്രത്തിന്റെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത് C5 ആണ്. തിയേറ്ററിൽ നിന്നും നല്ല റെസ്പോൺസാണ് ഈ സിനിമയ്ക്ക് ലഭിച്ചത്. മലയാളം, തമിഴ്, തെലുങ്ക് എന്നീ ഭാഷകളിലായിരിക്കും ഈ മൂവിയുടെ OTT റിലീസ് ഉണ്ടാവുക. ഈ മൂവിയുടെ OTT റിലീസ് ഡേറ്റ് ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. ഈ മാസം ലാസ്റ്റ് വീക്കിലോ അല്ലെങ്കിൽ വിഷുവിനോടനുബന്ധിച്ചോ റിലീസ് ഉണ്ടാകുമെന്നുള്ള അൺഒഫീഷ്യൽ റിപ്പോർട്ടുകളുണ്ട്. അടുത്തൊരു ഇംഗ്ലീഷ് മൂവിയാണ് എ ഡിഫറൻറ്റ് മാൻ. ആറോൺ ഷിംബർഗ് സംവിധാനം ചെയ്ത ഒരു സൈക്കോളജിക്കൽ ഡാർക്ക് കോമഡി ചിത്രമാണ് എ ഡിഫറൻറ്റ് മാൻ. നെറ്റ്ഫ്ലിക്സിലൂടെ മാർച്ച് 20 മുതൽ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്ത മലയാളം മൂവി ആശാൻ. ഇന്ദ്രൻസിനെ നായകനാക്കി ഗപ്പി, അമ്പിളി എന്നീ സിനിമകളുടെ സംവിധായകൻ ജോൺ പോൾ ജോർജ് സംവിധാനം ചെയ്ത മൂവിയാണ് ആശാൻ. ഈ ചിത്രത്തിൽ ഇന്ദ്രൻസിനെ കൂടാതെ ജോമോൻ ജ്യോതിർ, മദൻ ഗൗരി എന്നിവരും ഇതിൽ പ്രധാന വേഷങ്ങളിലെത്തുന്നു. ചിത്രത്തിൽ ഇന്ദ്രൻസ് അവതരിപ്പിച്ച ആശാൻ എന്ന കഥാപാത്രം വലിയ പ്രശംസ പിടിച്ചുപറ്റി. ഇന്ദ്രൻസിന്റെ മികച്ച വേഷങ്ങളൊന്നായാണ് ഈ വേഷം വിലയിരുത്തപ്പെടുന്നത്. ഒരു കോമഡി ഫിലിമായ ആശാൻ ദുൽഖർ സൽമാന്റെ വാഫർ ഫിലിംസ് ആണ് കേരളത്തിൽ പ്രദർശനത്തിന് എത്തിക്കുന്നത്. ആമസോൺ പ്രൈം വീഡിയോസ് ഈ മൂവിയുടെ OTT റൈറ്റ് സ്വന്തമാക്കിയെന്നുള്ള അൺഒഫീഷ്യൽ റിപ്പോർട്ടുകളുണ്ട്. അങ്ങനെയാണെങ്കിൽ മൂവി മാർച്ച് മാസം ലാസ്റ്റ് വീക്കോടെ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തൊരു ഹിന്ദി മൂവിയാണ് ബോർഡർ 2. സണ്ണി ഡിയോൾ കേന്ദ്ര കഥാപാത്രമായി എത്തുന്ന ഒരു ആക്ഷൻ വാർ മൂവിയാണ് ബോർഡർ 2. ബോർഡർ മൂവിയുടെ സെക്കൻഡ് പാർട്ടാണ് ബോർഡർ 2. അനുരാഗ് സിംഗ് സംവിധാനം ചെയ്ത ഈ മൂവിയിൽ സണ്ണി ഡിയോളിനെ കൂടാതെ വരുൺ ധവാൻ, അഹാൻ ഷെട്ടി എന്നിവരും ഇതിൽ പ്രധാന വേഷങ്ങളിലെത്തുന്നു. നെറ്റ്ഫ്ലിക്സ് ആണ് ഈ മൂവിയുടെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. മാർച്ച് 20 മുതൽ ഈ മൂവി OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തൊരു ഇംഗ്ലീഷ് മൂവിയാണ് ദ ഹൗസ് മെയ്ഡ്. ഒരു സൈക്കോളജിക്കൽ ത്രില്ലർ മൂവിയാണ് ദ ഹൗസ് മെയ്ഡ്. ആമസോൺ പ്രൈം വീഡിയോസിലൂടെ മാർച്ച് 19 മുതൽ ഈ മൂവി OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തതൊരു മലയാളം മൂവിയാണ് ശുക്രൻ. ഉബൈനയുടെ സംവിധാനത്തിൽ ബിപിൻ ജോർജ്, ഷൈം ടോം ചാക്കോ, ചന്ദനാഥ് എന്നിവർ ഇതിൽ പ്രധാന വേഷങ്ങളിലെത്തുന്നു. റൊമാൻറ്റിക് കോമഡി ചിത്രമായ ഈ മൂവി സൺനെക്സിലൂടെ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. അടുത്തതൊരു മലയാളം മൂവിയാണ് അനോമി. ഭാവനയെ കേന്ദ്ര കഥാപാത്രമാക്കി റിയാസ് മരാത്ത് സംവിധാനം ചെയ്തൊരു ക്രൈം ത്രില്ലർ മൂവിയാണ് അനോമി. ഈ ചിത്രത്തിൽ ഭാവനയെ കൂടാതെ റഹ്മാൻ, ബിനു പപ്പു, ഷെബിൻ ബെൻസൺ, അർജുൻ ലാൽ എന്നിവർ ഇതിൽ പ്രധാന വേഷത്തിലെത്തുന്നു. ആമസോൺ പ്രൈം വീഡിയോസ് ആണ് ഈ മൂവിയുടെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. മാർച്ച് മാസം 20 OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കുമെന്നുള്ള അൺഒഫീഷ്യൽ റിപ്പോർട്ടുകളുണ്ട്. അടുത്തൊരു തെലുങ്ക് മൂവിയാണ് ജഡാധാര. വെങ്കട്ട് കല്യാൺ സംവിധാനം ചെയ്ത് സുധീർ ബാബു, സൊനാക്ഷി സിൻഹ എന്നിവർ പ്രധാന വേഷത്തിലെത്തിയ ഒരു മിസ്റ്ററി ത്രില്ലർ ചിത്രമാണ് ജഡാധാര. C5 മാർച്ച് 20 മുതൽ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തതൊരു തമിഴ് വെബ് സീരീസാണ് കാട്ടാൻ. M. മണികണ്ഠൻ സംവിധാനത്തിൽ വിജയ് സേതുപതി നായകനായെത്തിയ ഒരു ആക്ഷൻ ഡ്രാമ സീരീസാണ് കാട്ടാൻ. തമിഴിന് പുറമെ മലയാളം, തെലുങ്ക്, കന്നഡ, ഹിന്ദി തുടങ്ങിയ ഭാഷകളിൽ 2026 മാർച്ച് 27 മുതൽ ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ സ്ട്രീമിംഗ് ആരംഭിക്കും.